ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നാട് വിടുകയാണ് ഗൈസ്. ഇവിടുന്ന് പോവാണ്. ഇവിടുത്തെ ജീവിതം മടുത്തു. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയില്ല. ഞാനിവിടെ വിട്ടേയും പോകുന്നില്ല. ഞങ്ങൾ കുറച്ച് ദിവസം ഒരു 5 days ഇവിടുന്ന് മാറി നിൽക്കുകയാണ്. വലിയൊരു ട്രിപ്പൊന്നുമല്ല, ഒരു കുട്ടി ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ ബിൽഡപ്പൊന്നും തരുന്നില്ല. ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കത്തില്ലേ ഇതിനാണ് ഇത്രയും ബിൽഡപ്പ് ഇട്ട് പോയതെന്ന്. അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ കുറച്ച് പാക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട്, അതായത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് ആരും മൈൻഡ് ആക്കിയില്ല. അപ്പോൾ ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ അങ്ങ് ഇട്ടേക്കാമെന്ന്. ഇതെങ്കിലും നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇടുന്നത്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആകെ 2 പെട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം 2 കുട്ടികളുള്ളതുകൊണ്ട് 2 പെട്ടി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എനിക്കൊന്നുകൂടെ വേണമായിരുന്നു, പക്ഷേ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് കൊണ്ടുപോയാൽ നമുക്ക് കൊണ്ട് നടക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ 2 പെട്ടിയിൽ ഒതുക്കി. അതായത് ഒരു പെട്ടിയിൽ എൻ്റെയും മോളുടെയും ഡ്രസ്സും കാര്യങ്ങളും, ഒരു പെട്ടിയിൽ അച്ഛൻ്റെയും മോൻ്റെതുമാണ്. ആ പെട്ടി അവരെനിക്ക് തരുന്നില്ല. അത് അവരെ സ്വന്തം ഇഷ്ടത്തിന് മടക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോളുടെ പെട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. വരും, നമുക്ക് കാണാം. നമുക്ക് നേരെ പെട്ടിയിലേക്ക് കിടക്കാം. ഇതിലെങ്ങനെയാണ് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇനി ഞാൻ ചിലപ്പോൾ മാറ്റുമോയെന്ന് അറിയില്ല. കാരണം ഇപ്പം ഇത് ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് ഇതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ. ചിലപ്പോൾ ഞാനിത് അവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇതാണ് ഗൈസ്. ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഞാനിത് ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പൊട്ട്, സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൽ കുറേ ലിപ്സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഇതിൽ കുറേ കൺസീലറും ഫൗണ്ടേഷനും അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളും. ഇതും അതുപോലെ തന്നെ ഫൗണ്ടേഷനും ഐലൈനറൊക്കെ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. ഇത് ഞാൻ ബാഗിലാണ് വെക്കുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് വെക്കുന്നില്ല. പുറത്ത് ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് ഈ ഒരു സെറ്റാണ്. ഇതിൽ എൻ്റെ മോളുടെ എല്ലാ ഡ്രസ്സും ഇതിൽ പോയിട്ടുണ്ട്. അതായത് 5 days ഇടേണ്ട എല്ലാ ഡ്രസ്സുകളും ഞാൻ ഇതിൽ മടക്കി വെച്ചതാണ്. എല്ലാം ഇതിൽ ഒറ്റയടിക്ക് പോയി. ഞാനെല്ലാം കാണിച്ചിരുന്നില്ല. ഇതൊക്കെ നിങ്ങൾ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ. കംപ്ലീറ്റ് ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞിൻ്റെ, നമ്മുടെ ചെറിയ ആവിയുടെ അല്ലെങ്കിൽ ആരോഗ്യത്തിനൊക്കെ വേണ്ട മെഡിസിൻസ് ഞാൻ വെച്ചതാണ്, കുറേ ഐറ്റംസ്. അതായത് ഈ കാണുന്ന ഇതെല്ലാം എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൽ ചെരുപ്പ്, പുതിയ ചെരുപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. വരുമ്പോൾ വല്ല കവറിലൊക്കെ ഇട്ടിട്ടേ കൊണ്ടുവരുള്ളൂ. വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ അതിങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മോളെ ഡ്രസ്സ് ഇടയ്ക്ക് സ്ഥലം കിട്ടിയപ്പോൾ കുറച്ച് മേലെ വെച്ചതാണ്. ഇനി അടുത്തൊരു സാധനം നിങ്ങൾ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമായിരിക്കും. മറ്റേ നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണിത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്തതാ ഇതാണ്. ഇത് നമ്മുടെ ചെരുപ്പൊക്കെ വെക്കുന്നത്, എന്ത് വെക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനത് എന്തൊക്കെയോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോന്ന് എന്തിനാന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇത് മോളുടെ ചെരുപ്പ് ഞാൻ വെച്ചതാണ്. എനിക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതാണ്. ഫോണ് സ്റ്റഡിക്ക് നിൽക്കുന്നില്ല, അതാണ് ഞാനിങ്ങനെ പിടിച്ചു വെക്കുന്നത്. ഇത് ഫുൾ ചെരുപ്പ് കാര്യങ്ങളാണ്. മോളുടെ ചെരുപ്പും മോൻ്റെ ചെരുപ്പൊക്കെ ഞാൻ ഇട്ട് വെച്ചതാണ്. കുറച്ചുണ്ട് ചെരുപ്പ്, അതൊക്കെ ഞാൻ വേറെ എവിടെ വെച്ചത്. അടുത്ത എന്താണെന്ന് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ.
ഇതാണ്. ഇതിൽ കംപ്ലീറ്റ് നൈറ്റ് ഡ്രസ്സാണ്. നമുക്ക് രാത്രി അവിടെ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെയും എൻ്റെ മോളുടെയും രണ്ടാളുടെയും ഒരുമിച്ച് വെച്ചതാണ്. കുറച്ച് 2-3 പാൻസും എടുത്തിട്ടുണ്ട്, അതിന് കുറച്ച് 2-3 ടോപ്പും എടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മാറ്റി മാറ്റി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ വെച്ചതിൽ സ്ഥലമില്ല. അപ്പോൾ പിന്നെ എനിക്കൊന്ന് ഇനിയും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടാവും. ഇത് കണ്ടാൽ നമുക്കിതിങ്ങനെ ഹാങ് ചെയ്യാം. അതുപോലെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയ സാധനങ്ങളൊക്കെ കുറച്ച് നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ എടുക്കാനും പറ്റും. ഓരോന്ന് എന്തിലാന്നുള്ളത് അറിയുന്നത് കൊണ്ട് ഈസി ആയിട്ട് കിച്ചൺ ഫൈനൽ സാധനമാണ് ഇത്. നമ്മുടെ ചാർജറും ഫോണൊക്കെ ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കുറേ ഐറ്റംസ് ഒന്നും കുത്തി ഇറക്കാനൊന്നും പറ്റില്ല. ഇതിൽ ഇപ്പോൾ ചാർജറും എയർപോഡൊക്കെ വെക്കാം. പിന്നെ 2 ഫോണൊക്കെ ഇതിൽ പറ്റും. 2 അതിലും കൂടുതലും പറ്റും. അപ്പം അത്യാവശ്യം നല്ല നമുക്ക് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒന്ന്. ഈ പിള്ളേരുടെ ക്യാപ്പൊക്കെ ഞാൻ ജസ്റ്റ് മേലെ ഇങ്ങനെ വെച്ചതാണ്. ഇതൊക്കെ ഞാൻ ചിലപ്പോൾ ബാഗിലേക്ക് എടുത്ത് വെക്കും. കാരണം ഇതിൽ വെച്ചുകൊണ്ട് വലിയ യൂസ് ഇല്ലല്ലോ, പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരുപാട് പേരായി പറയുന്ന മൈക്ക് മേടിക്കാൻ, പക്ഷേ നമ്മൾ നല്ലൊരു മൈക്കിനൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മെല്ലെ മേടിക്കാം. കാരണം വെറുതെ വാങ്ങിയിട്ട് ഞാനിതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലോ. അപ്പോൾ കുറച്ചൊന്ന് വീഡിയോ ഒക്കെ ഇട്ട് ഞാനിത് ഓക്കെ ആവട്ടെ, ഇനിയും ഇടും എന്നുള്ളൊരു വിശ്വാസമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ട്രിപ്പിന് മുന്നേ എനിക്ക് തോന്നുന്നില്ല, എനിക്കിപ്പോൾ ഇടാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ എൻ്റെ ഒരു മനസ്സിലെന്താണെന്ന് വെച്ചാൽ എല്ലാ ട്രിപ്പെല്ലാം കഴിഞ്ഞ് സേഫായിട്ട് ഇവിടെ വന്നിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. നോക്കട്ടെ, സിറ്റുവേഷനും എൻ്റെ മൈൻഡും ഓക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അതല്ലെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അപ്ലോഡ് ചെയ്യും. ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം തൊട്ട് കുറേ പേരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങിയത്, എന്തൊക്കെയാണ് ഇതിന് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കുറേ കാര്യങ്ങളെപ്പറ്റി ഒരു ബോധമുള്ളത്. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴല്ല, ഞാൻ ട്രിപ്പൊക്കെ പോയി വന്ന് കഴിഞ്ഞതിന് ശേഷം. അപ്പം നമുക്കപ്പോൾ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ പെട്ടി നിറയ്ക്കൽ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.